بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا يا رب العالمين. റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ ചരിത്രം, അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി കേൾക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂട്ടിയതുപോലെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മുടെ ഹബീബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം അതിന്റെ ആരംഭത്തില് നമ്മൾ തുടങ്ങി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന്റെ മുമ്പ് മക്കയിലുള്ള അവസ്ഥകളും റസൂലിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് അള്ളാന്റെ റസൂലിന്റെ ചില മുഅ്ജിസത്തുകള്, ശേഷം റസൂലിന്റെ ഉമ്മ, റസൂലിന്റെ ഉപ്പ, റസൂലിന്റെ കുടുംബക്കാര്, അവരെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചു. ഖദീജ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹത്തെ സംബന്ധിച്ചും സംസാരിച്ചു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീ കിട്ടുന്ന രംഗമാണ്. അല്ലാഹുവിന്റെ റസൂലാകുന്ന ആ രംഗമാണ് ഇന്ന് സംസാരിക്കുന്നത്. ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹയുമൊത്ത് നല്ല സമാധാനപരമായ ജീവിതം അല്ലാഹുവിന്റെ റസൂൽ നയിക്കുകയാണ്. ആ മക്കയിൽ എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായി, പ്രിയപ്പെട്ടവനായി, എല്ലാവരും സ്നേഹിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിക്കുകയാണ്. അന്ന് മക്കക്കാരിൽ കണ്ട ചില കാര്യങ്ങള്, കഅബക്ക് ചുറ്റും വെച്ച ആ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ അവർ ഇബാദത്തുകൾ ചെയ്യുന്നു, സുജൂദുകൾ ചെയ്യുന്നു. ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. 40-ാമത്തെ വയസ്സാകുമ്പോഴേക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പുതിയ ശീലം വന്നു തുടങ്ങി. ഹിറാ ഗുഹയിൽ ചെന്ന് ഒറ്റക്കിരിക്കുക. അത് ദിവസങ്ങളോളം ഇരിക്കും. ഖദീജ റളിയല്ലാഹു അൻഹ ആ റസൂലിന്റെ യാത്രക്കും വേണ്ടി അതിനോട് ഒരുക്കങ്ങളൊക്കെ നടത്തി കൊടുക്കും. ഖദീജ റളിയല്ലാഹു അൻഹ 3-4 ദിവസത്തേക്കുള്ള ഭക്ഷണം തയ്യാറാക്കി റസൂലിന്റെ കയ്യിൽ കൊടുത്തു വിടും. റസൂല് ഹിറാ ഗുഹയിൽ ചെന്നിരിക്കും. ഹിറാ ഗുഹയിൽ ചെന്നിരുന്നാൽ താഴെ കഅബ കൃത്യമായി കാണാൻ കഴിയും. ദിവസങ്ങളോളമായി അതൊരു ശീലമായി. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി വഹി കിട്ടാൻ തുടങ്ങിയത് അത് അർറുയ അസ്സാദിഖ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹിയുടെ ആരംഭം അത് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വപ്നങ്ങളായിരുന്നു. രാത്രി അല്ലാഹുവിന്റെ റസൂൽ ഒരു സ്വപ്നം കാണും. പ്രഭാതമാകുമ്പോഴേക്കും എന്താണോ സ്വപ്നത്തിൽ കണ്ടത് അത് അതേപോലെ സംഭവിക്കുന്നതായിട്ടും കാണാം. അർറുയ അസ്സാദിഖ, ഇതായിരുന്നു ആദ്യത്തെ രംഗം. അങ്ങനെ ഹിറാ ഗുഹയിൽ ചെന്നിരിക്കുന്ന ഒരു ദിവസം ജിബ്രീൽ അലൈഹിസ്സലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു. അതുവരെ റസൂൽ സാധാരണ ഒരു മനുഷ്യനാണ്, നബിയായിട്ടില്ല. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇഖ്റ, ഓതുന്നു. റസൂൽ പറഞ്ഞു, മാ അന ബിഖാരി, എനിക്ക് ഓതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചു. എന്റെ റൂഹ് പോകാൻ പോകുന്ന രീതിയിൽ അത്രയും ശക്തമായിട്ട് എന്നെ ചേർത്ത് പിടിച്ചു.
എന്നിട്ട് ഇളക്കി. എന്നിട്ട് ഒരു ഇഖ്റ രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞു. എനിക്ക് വായിക്കാൻ അറിയില്ല. ആദ്യം ചെയ്തതുപോലെ തന്നെ രണ്ടാമതും ചെയ്തു, ചേർത്ത് പിടിച്ചു. എന്നിട്ട് ഇളക്കിയിട്ട് മൂന്നാമത് പറഞ്ഞു ഇഖ്റ. എന്നിട്ട് ഓതിക്കൊടുത്തു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം. സൂറത്ത് അലഖിന്റെ ആദ്യത്തെ 5 ആയത്തുകൾ ജിബ്രീൽ അലൈഹിസ്സലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓതിക്കൊടുത്തു. റസൂൽ ഏറ്റു ചൊല്ലി. ജിബ്രീൽ പോയി. ഈ ഒരു രംഗം അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാതെ പേടിപ്പിച്ചു. കാരണം ജിബ്രീലിനെ പരിചയമില്ല, ഇതെന്താണെന്ന് അറിയില്ല. റസൂൽ വല്ലാതെ പേടിച്ചു. ജിബ്രീലിന്റെ കോലം അത്രയും വലിയ ഇതാണ്. ആ വല്ലാതെ പേടിച്ചിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് ഓടി ഖദീജ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക്. ഹദീസില് പറയാണ് ഹത്താ ദഖല അലാ ഖദീജ ഫഖാല സമ്മിലൂനി സമ്മിലൂനി. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ ചെന്നത് ഭാര്യയുടെ അടുക്കലേക്കാണ്. നമ്മളുള്ളവരെ ഭാര്യമാർ അതിനുള്ളതാണ് അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത് തന്നെ നിങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടി നാം ഇണകളെ സൃഷ്ടിച്ചു. ലിതസ്കുനു ഇലൈഹ, അവരിലേക്ക് നിങ്ങൾക്ക് സമാധാനം കണ്ടെത്താൻ. ഒരു ഭർത്താവിന്റെ സമാധാനം അവന്റെ ഭാര്യയാണ്. ആ രീതിയിലായിരിക്കണം നമ്മൾ വളരേണ്ടത്. സ്ത്രീകള്, പെൺകുട്ടികള്, നമ്മുടെ ഭർത്താക്കന്മാർക്ക് നിങ്ങൾ സമാധാനമാകണം, സന്തോഷമാകണം. ആ രീതിയിൽ ദീനനുസരിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ അനുസരിച്ച് നമ്മുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ ജീവിതം എങ്ങനെയാണോ അത് പഠിച്ച് ആ രീതിയിലുള്ള ഒരു ഭാര്യയെ ജീവിക്കാൻ നമുക്ക് കഴിയണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ ഓടിച്ചെന്ന് പറഞ്ഞു സമ്മിലൂനി സമ്മിലൂനി, എന്നെ പുതപ്പിട്ട് മൂട്. ഫസമ്മലൂഹു, അങ്ങനെ പുതപ്പിട്ട് മൂടി കിടത്തി. റസൂലിന്റെ ആ ഭയവും ആ പേടിയും ആ വിറയലൊക്കെ ഒന്ന് മാറിയപ്പോ ഖദീജ റളിയല്ലാഹു അൻഹ സമാധാനിപ്പിക്കുന്ന വാക്കുകളും പറഞ്ഞ് റസൂലിന്റെ അടുക്കലേക്ക് വന്നു. ചോദിച്ചു എന്താണ് സംഭവിച്ചത്. അപ്പൊ ആ പേടി കണ്ടപ്പോ ഖദീജ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിനെ സമാധാനിപ്പിക്കാൻ നല്ല നല്ല വാക്കുകൾ പറഞ്ഞിട്ട്, നല്ല റസൂലിന് സമാധാനം കിട്ടുന്ന നല്ല വാക്കുകൾ പറഞ്ഞു. ഹദീസിൽ പറയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നടന്ന കാര്യങ്ങളൊക്കെ ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്തപ്പോ ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു വല്ലാഹി ലാ യുഖ്സീക അല്ലാഹു അബദ, നിങ്ങൾ പേടിക്കണ്ട, അല്ലാഹു ആണ് സത്യം, നിങ്ങൾ അല്ലാഹു ഒരിക്കലും പാഴാക്കി കളയില്ല. കാരണം നിങ്ങൾ നിങ്ങൾ സത്യം പറയുന്ന ആളാണ്, നിങ്ങൾ സത്യം മാത്രമേ പറയൂ. ഒന്നുമില്ലാത്ത ആൾക്കാരുടെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. പ്രയാസപ്പെടുന്ന ആൾക്കാർ, സമൂഹത്തിൽ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ, അതൊരു പരോപകാരിയായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നല്ല വിശേഷണങ്ങള്, നല്ല സ്വഭാവങ്ങള് ഖദീജ റളിയല്ലാഹു അൻഹ എടുത്തു പറയാൻ അല്ലാഹുവിന്റെ റസൂൽ എന്നിട്ട് സമാധാനിപ്പിക്കാൻ. താങ്കള് അതിഥികളെ സൽക്കരിക്കുന്ന ആളാണ്. അതിഥി സൽക്കാരം ഈമാന്റെ ഭാഗമാണ്. അതിഥി സൽക്കാരം ഈമാനിന്റെ ഭാഗമാണ്. സൽക്കരിക്കണം. ധാരാളം ഹദീസുകളിൽ നമുക്ക് അതിന്റെ മഹത്വം കാണാൻ കഴിയും. സഹാബാക്കൾക്കിടയിൽ സഹാബാക്കള് ആ ഹദീസുകൾ എങ്ങനെയാണ് പ്രാവർത്തികമാക്കിയതെന്നും കാണാൻ കഴിയും. അതുപോലെ തന്നെ പരോപകാരിയാവുക, മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ ചെയ്യുക, നന്മകൾ ചെയ്യുക. ഒരിക്കലും മറ്റുള്ളവർ നമ്മൾ കാരണമായിട്ട് മറ്റുള്ളവർ പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ പ്രിയമുള്ളവരെ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആയിഷ ഖദീജ റളിയല്ലാഹു അൻഹ എടുത്തു പറയുന്നത് താങ്കള് പ്രയാസം അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കുന്ന ആളാണ്, സത്യം പറയുന്ന ആളാണ്, അതേപോലെ തന്നെ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളാണ്. എവിടെ നോക്കിയാലും നിങ്ങൾ ആൾക്കൂട്ടത്തിന്റെ പേരിലല്ല നിലകൊള്ളുക.
നിങ്ങൾ ആൾക്കാരെ നോക്കിയിട്ടല്ല നിലപാട് പറയണം. നിങ്ങൾ സത്യത്തിന്റെ കൂടെ നിൽക്കുന്ന ആളാണ്. അതുപോലെ തന്നെ അതിഥി സൽക്കരിക്കുന്ന ആൾക്കാരാണ്, കുടുംബ ബന്ധം ചേർക്കുന്ന ആളാണ്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുറെ നല്ല നല്ല വിശേഷണങ്ങൾ ഖദീജ റളിയല്ലാഹു അൻഹ എടുത്തു പറയാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് സമാധാനിപ്പിച്ചു. അങ്ങനെ ഇതൊക്കെ കേട്ട് സമാധാനം ആയപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടി ഖദീജ റളിയല്ലാഹു അൻഹ തന്റെ അമ്മിന്റെ മകൻ, അമ്മ എന്ന് പറഞ്ഞാൽ ഉപ്പാന്റെ സഹോദരൻ, ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഉപ്പാന്റെ സഹോദരന്റെ മകൻ വറഖത്ത് ഇബ്നു നൗഫൽ എന്ന ആളുടെ അടുക്കിലേക്ക് പോകും. അദ്ദേഹം നസ്രാണ്, തനസ്സറ. അദ്ദേഹം ജാഹിലിയത്തിൽ തന്നെ നസ്രാണിയായി ജീവിച്ച ആളാണ്, അഥവാ യഥാർത്ഥ നസ്രാണിയായിരുന്നു. യഥാർത്ഥ ഈസാ നബി അലൈഹിസ്സലാമിലും യഥാർത്ഥ ഇഞ്ചിയിലും വിശ്വസിക്കുന്ന ആളായിരുന്നു. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് പോയി സംഭവം വിശദീകരിച്ചു കൊടുക്കും. കാരണം അദ്ദേഹം നസ്രാണിയാണ്, ഇഞ്ചിയിൽ നല്ല ഇൽമുള്ള ആളാണ്, അറബി എഴുതാൻ അറിയുന്ന ആളായിരുന്നു. കാലഘട്ടത്തിൽ അറബി എഴുത്ത് വളരെ കുറച്ച് ആൾക്കാർക്ക് അറിയുന്നുണ്ടായിരുന്നു. ഈ വറഖത്ത് ബിൻ നൗഫലിന് അറബി എഴുതാൻ അറിയുന്ന ആളാണ്. അദ്ദേഹം ഇഞ്ചിയിലെ ചില ഭാഗങ്ങൾ അറബി എഴുതിയിട്ടുണ്ട്. ഇഞ്ചിയിൽ സുറിയാനി ഭാഷയിലാണ്. അപ്പം ഇഞ്ചിയിലെ ചില ഭാഗങ്ങൾ അദ്ദേഹം അറബിയിൽ എഴുതിയിട്ടുണ്ടെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ വറഖത്ത് ബിൻ നൗഫലിന്റെ അടുക്കിലേക്ക് വന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായ സംഭവങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു. വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞു, മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കിലേക്ക് വന്ന ജിബ്രീൽ എന്ന മലക്കാണ് താങ്കളുടെ അടുക്കിലേക്ക് വന്നത്. താങ്കൾ റസൂലാവുകയാണ്. അദ്ദേഹം പറഞ്ഞു, താങ്കൾ ഈ നാട്ടിൽ നിന്നും താങ്കളെ ആട്ടി ഓടിക്കപ്പെടുന്ന ആ ദിവസം, അന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ താങ്കളുടെ കൂടെ നിൽക്കുമായിരുന്നു, താങ്കളെ സഹായിക്കുമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതത്തോട് ചോദിച്ചു, അമുഖ്രിജിയഹും, എന്റെ ഈ നാട്ടുകാരനെ ഈ നാട്ടിൽ നിന്ന് അടിച്ചോടിക്കോ? കാരണം ഇതുവരെ 40 വയസ്സ് വരെ എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ അത്ഭുതത്തോട് ചോദിക്കണം എന്താ റസൂല്, എന്റെ നാട്ടുകാര് ഈ നാട്ടിൽ നിന്ന് അടിച്ചോടിക്കോ? അദ്ദേഹം പറഞ്ഞു, അതെ, ഈ ദൗത്യവുമായിട്ട് ഒരു സമൂഹത്തിലേക്ക് ഒരു പ്രവാചകൻ വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രവാചകന്മാരെല്ലാം ആ നാട്ടിൽ നിന്ന് മാറ്റി ഓടിക്കപ്പെട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ദീനിന്റെ മാർഗം അതെപ്പോഴും പ്രയാസം നിറഞ്ഞതാണ്, ബുദ്ധിമുട്ട് നിറഞ്ഞതാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാട്ടിൽ ഇത്രയും വേണ്ടപ്പെട്ട ഒരാളായിട്ടും ഈ തൗഹീദിന്റെ ദഅവത്തുമായിട്ട് രംഗത്തിറങ്ങുമ്പോഴേക്കും ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉപദ്രവങ്ങളും മാറ്റി നിർത്തലും അങ്ങനെ പലതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിക്കേണ്ടി വന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു കാലഘട്ടം വരും, ആ കാലഘട്ടത്തിൽ സുന്നത്തനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് ഒരു തീക്കനല് ഉള്ളം കയ്യിൽ വെച്ച് പിടിച്ചു നിൽക്കുന്നവനെ പോലെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കത് ശരിക്കും അനുഭവിക്കാൻ കഴിയും. പ്രിയമുള്ളവർ, എത്ര പ്രയാസം ഉണ്ടെങ്കിലും, എത്ര കുത്തുവാക്കുകൾ കേട്ടാലും, എത്ര ആക്ഷേപങ്ങൾ കേട്ടാലും ഒരിക്കലും ഒരു തരി സുന്നത്തിൽ നിന്നും പിന്മാറാൻ പാടില്ല. നമ്മുടെ ജീവിത സാഹചര്യങ്ങളും നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങളൊക്കെ എല്ലാം സുന്നത്തിനെതിരാണ്, ദീനിനെതിരാണ്. അപ്പൊ നമ്മള് സുന്നത്തിനോടുള്ള ഇഷ്ടം കാരണം ആഖിറത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ എനിക്ക് ആകണം. അൻത മൻ അഹ്ബബ്ത എന്നല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൻത മഅ മൻ അഹ്ബബ്ത. സഹാബിയോട് പറഞ്ഞ വാക്കാണ്. ആഖിറത്തിൽ നീ ആരെയാണോ ഇഷ്ടപ്പെട്ടത് അവരുടെ കൂടെ ആയിരിക്കും നീ. എന്നാൽ ആഖിറത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നിൽക്കാൻ കൊതിച്ച് ആഗ്രഹിച്ച് നമ്മള് സുന്നത്തനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ പല ഭാഗത്തു നിന്നും പല കോണുകളിൽ നിന്നും കളിയാക്കലുകളും ആക്ഷേപങ്ങളും പലവിധ ദുർന്യായങ്ങളും കേൾക്കാൻ കഴിയും. നമ്മളുള്ളവരെ ഒരിക്കലും പിന്മാറരുത്, ഉറച്ചു നിൽക്കണം. കാരണം മനസ്സിലാക്കിക്കൊള്ളുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു കാലഘട്ടം വരും, ആ കാലഘട്ടത്തിൽ സുന്നത്തനുസരിച്ച് ജീവിക്കുക എന്നുള്ളത്
ഒരു തീക്കനൽ ഉള്ളം കയ്യിൽ പിടിച്ച് നിൽക്കുന്നവനെ പോലെയാണ്. അത്രയും പ്രയാസമായിരുന്നു. അപ്പൊ നല്ലോണം പ്രയാസപ്പെടുമ്പോ എനിക്ക് എന്തെങ്കിലും റുക്സ ഉണ്ടാവും, എനിക്ക് എന്തെങ്കിലും വിളവുണ്ടാവും, ചിന്തിക്കാനേ പാടില്ല. ഉറച്ചു നിന്നോണം ദീനിൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത്. അപ്പൊ ഈ ദൗത്യവുമായിട്ട് വന്ന എല്ലാ ആൾക്കാരും അവരുടെ നാട്ടിൽ നിന്ന് മാറ്റി ഓടിക്കപ്പെട്ടിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ സങ്കടപ്പെട്ട് ഈ വാക്ക് കേട്ടപ്പോൾ അങ്ങനെ തിരിച്ചു വന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലായിട്ട്, നബിയായിട്ടുണ്ട്. പിന്നീട് രണ്ടാമതൊരു വഹി വരുന്നത് കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ്. ചരിത്രകാരന്മാർ പല അഭിപ്രായങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിപ്രായമായി കാണാൻ കഴിയുന്നത് 3 വർഷത്തിന് ശേഷമാണ്. അപ്പൊ ആ ഒരു കാലയളവില് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും ഈ മലമുകളിലേക്ക് കയറും രാവിലെ. എന്നിട്ട് ജിബ്രീലിനെയും കാത്തിരിക്കും വഹി വരുന്നുണ്ടോ. വല്ലാത്ത സങ്കടപ്പെടും, നിരാശനാവും. നല്ലോണം നിരാശനാകുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ഒന്ന് സമാധാനിപ്പിക്കും. ഇന്നക ലറസൂലുള്ളാഹി ഹഖ്ഖൻ, താങ്കൾ അല്ലാഹുവിന്റെ റസൂൽ തന്നെയാണ്, ആ ദൗത്യം നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം റസൂൽ പ്രയാസപ്പെട്ടത് എന്തുകൊണ്ടാ? ജിബ്രീൽ വന്ന് ആദ്യത്തെ ആയാത്തുകൾ ഓതി തന്ന് നുബുവത്ത് കൊടുത്തു. അപ്പൊ പേടിച്ചിറങ്ങി ഓടി. ആ പേടി കാരണം അതിന് ഞാൻ യോഗ്യനല്ലാണ്ടായി പോയോ, എന്നെ അല്ലാഹു അയോഗ്യനാക്കിയോ എന്ന ആ ഒരു പ്രയാസമാണ്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എപ്പോഴും വന്ന് സമാധാനിപ്പിക്കും, എപ്പോഴും സമാധാനിപ്പിക്കും, താങ്കൾ അല്ലാഹുവിന്റെ റസൂലാണ്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബുവത്ത് കിട്ടി. അല്ലാഹുവിന്റെ റസൂല് നബിയായി 40-ാമത്തെ വയസ്സിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബുവത്ത് കിട്ടുന്നത് പല രൂപത്തിലാണ്, എല്ലാം ഒരേപോലെയല്ല. നമ്മളൊന്ന് മനസ്സിലാക്കണം. ഒന്ന്, സ്വപ്നങ്ങൾ. അമ്പിയാക്കന്മാരുടെ സ്വപ്നം വഹിയാണ്. സഹിയായ ഹദീത്താണ്, റുഅ്യ അൽ അംബിയാഇ വഹി. അമ്പിയാക്കന്മാരുടെ സ്വപ്നങ്ങളും വഹിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പല രൂപത്തിൽ വഹി വരുന്നുണ്ടായിരുന്നു. അതില് ഒന്നാമത്തെ രൂപം നമ്മൾ നേരത്തെ പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കാണും, അത് പിറ്റേന്ന് രാവിലെ അത് അതേപോലെ സംഭവിക്കും. രണ്ടാമത്തത്, ജിബ്രീൽ അലൈഹിസ്സലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിലേക്ക് ഇട്ടു. അങ്ങനെയുള്ളതാണ് അധികവും. റസൂൽ ഹദീസ് പറയാണ്, ഇന്ന റൂഹൽ ഖുദുസ് നഫത ഫീ റൗഇ, എന്റെ ഹൃദയത്തിലേക്ക് ഇട്ടു തന്നു. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഹൃദയത്തിലേക്ക് ഇട്ടത് എന്താണ്? ലൻ തമൂത നഫ്സുൻ ഹത്താ തസ്തക്മില റിസ്ഖഹ, ഒരു നഫ്സും അള്ളാഹു അതിന് രേഖപ്പെടുത്തിയ റിസ്ഖ് പൂർണ്ണമാകാതെ പൂർത്തിയാക്കാതെ മരണപ്പെടുകയില്ല. വല്ലാത്തൊരു ഹദീത്താണ്. ഒരു നഫ്സും അള്ളാഹു ആ നഫ്സിൽ എന്താണോ രേഖപ്പെടുത്തിയ റിസ്ക് അത് പൂർത്തിയാക്കാതെ ഒരു നഫ്സും മരണപ്പെടുകയില്ല. ഹദീത്തിന്റെ ബാക്കി ഭാഗം റസൂൽ പറയാണ്, ഫത്തഖുല്ലാഹ വഅജ്മിലൂ ഫിത്തലബി വലാ യഹ്മിലന്നകും ഇസ്തിബ്താഉർ റിസ്ഖി അലാ അൻ തത്ലുബൂഹു ബിമഅസിയത്തില്ലാഹ്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. കാരണം അള്ളാഹു എന്താണ് നമുക്ക് രേഖപ്പെടുത്തിയ റിസ്ക് അത് നമുക്ക് കിട്ടിയിരിക്കും തീർച്ച. അതിലൊന്നും അത് റിസ്ക് പൂർത്തിയാക്കാതെ നമ്മൾ മരണപ്പെടുകയില്ല. അതുകൊണ്ട് ഫത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വഅജ്മിലൂ ഫിത്തലബി, റിസ്ക് തേടുന്നത് നിങ്ങൾ ഭംഗിയാക്കുക. ഭംഗിയാക്കുക എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട സമയത്ത് അധ്വാനിക്കുക, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക, ഹലാലായത് മാത്രം സമ്പാദിക്കുക. റിസ്ക് തേടുന്നതിനെ നിങ്ങൾ ഭംഗിയാക്കുക എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്കിനി റിസ്ക് കിട്ടുന്നില്ല എന്ന് കണ്ടത് കൊണ്ട്, റിസ്ക് കുറയാണ് എന്ന് കണ്ടത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ആ റിസ്കിനെ അന്വേഷിക്കരുത്. കാരണം അള്ളാഹു തീരുമാനിച്ചതേ ലഭിക്കും. നമ്മുടെ ഭാഗത്ത് ഉണ്ടാകേണ്ട അധ്വാനം ഉണ്ടാകണം, ബാക്കി അള്ളാഹുവിലേക്ക് തവക്കുലാണ്. അധ്വാനിക്കാതെ അള്ളാഹു രേഖപ്പെടുത്തി എനിക്ക് കിട്ടുമെന്ന് വെച്ചിട്ട് വീട്ടിലിരിക്കുക എന്നുള്ളത് അത് ദീനല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
പഠിപ്പിച്ച തവക്കുലിനെതിരാണത്. നമ്മൾ അധ്വാനിക്കുക, റിസ്ക് നമുക്ക് കിട്ടേണ്ട രീതികളൊക്കെ അതിന്റെ സബബുകളൊക്കെ ചെയ്തു വെച്ച് കാരണങ്ങളൊക്കെ പൂർത്തീകരിച്ച് കാത്തിരിക്കുക. ബാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. മൂന്നാമത്തെ രീതി, വഹി വരുന്ന രീതി, ഒരു മണിനാദത്തിന്റെ ശബ്ദം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കേൾക്കും. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് ആ ഒരു രീതി എന്നെ ഏറ്റവും പ്രയാസപ്പെടുത്തിയ രീതി, എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായ രീതിയാണ്. കാരണം നല്ല തണുപ്പുള്ള രാത്രി പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിയർക്കുമായിരുന്നു ആ വഹീന്റെ ആ സംഭവത്തിൽ, ആ മണിനാഥം കേൾക്കുമ്പോൾ. ആ ശബ്ദം ഇങ്ങനെ കേൾക്കും, പെട്ടെന്ന് എന്ത് ചെയ്യും, ഇല്ലാതാവും. അത് ഇല്ലാതാകുമ്പോഴേക്കും റസൂലിന്റെ മനസ്സിൽ ആ ആയത്ത് വഹി ഇറങ്ങിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ റസൂൽ വാഹനപ്പുറത്തിരിക്കുമ്പോ അങ്ങനെ മണിനാഥം കേൾക്കും. റസൂലിന്റെ ഭാരം താങ്ങാൻ കഴിയാതെ അള്ളാന്റെ റസൂലിന്റെ ആ മൃഗം അത് നിലത്ത് മുട്ടുകുത്തുമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അപ്പം വഹി എന്നുള്ളത് ഭയങ്കരമാണ്. കാരണം നമ്മൾ നേരത്തെ മുമ്പ് സൂചിപ്പിച്ചു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം കഴുകി ശുദ്ധിയാക്കിയിട്ടുണ്ട് സംസം വെള്ളം കൊണ്ട്, ഹലിമത്ത് സഅദിയയുടെ കൂടെ ഉണ്ടാകുന്ന ആ കാലഘട്ടത്തിൽ. അതെന്തിനാണ്? ഈ വഹീനെ സ്വീകരിക്കാൻ മാത്രം അള്ളാഹുവിന്റെ റസൂലിന്റെ ഹൃദയത്തെ പാകപ്പെടുത്തിയതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെ കുറച്ച് രീതികൾ വഹീന്റെ. അതുപോലെ തന്നെ മലക്ക് ജിബ്രീൽ മനുഷ്യരൂപത്തിൽ വന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കും. ആ സംസാരിക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിന് ഹിഫ്ളാവും, മനപ്പാടമാകും. അങ്ങനെയും വഹി ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ പല രീതിയിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ആ ആദ്യത്തെ വഹി കഴിഞ്ഞിട്ട് പിന്നെ ഏകദേശം നേരത്തെ സൂചിപ്പിച്ചു, ആ 3 വർഷത്തിന് ശേഷമാണ് രണ്ടാമത്തെ വഹി ഇറങ്ങുന്നത്. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രണ്ടാമത് വഹി ഇറങ്ങുന്ന രംഗം പറയാണ്. റസൂൽ പറയാണ്, ബൈന അന അംശി ഇദ് സമിഅതു സൗതൻ മിനസ് സമാ. ഞാനിങ്ങനെ നടക്കുന്ന സമയം ആകാശത്തിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. ഫറഫഅതു ബസരി ഫഇദാ അൽ മലകു അല്ലദീ ജാഅനി ബിഹിറാ. ഞാനിങ്ങനെ മുകളിലോട്ട് നോക്കിയപ്പോ ഹിറാ ഗുഹയിൽ അന്ന് വന്ന ആ മലക്കിനെ ഞാൻ കണ്ടു. ജാലിസുൻ അലാ കുർസിയ്യിൻ ബൈന അസ്സമാഇ വൽ അർദ്. ശരിക്കും ശ്രദ്ധിക്കണം, ആകാശഭൂമികളുടെ ഇടയിൽ ഒരു കസേരയിൽ, ഒരു കുർസിയിൽ, കസേരയിൽ ഇരിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. ഫറുഇബ്തു മിൻഹു. ഞാൻ ആകെ പേടിച്ചു. ആ രംഗം കണ്ടപ്പോ ഞാൻ ആകെ പേടിച്ചു. ആകാശം മുട്ട സത്തൽ ഉഫുഖ്, അതാ ആകാശം മുഴുവൻ മറയുന്ന രീതിയിൽ ആകാശത്തിൽ കസേര ഇട്ട് ഇരുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കുന്ന രൂപത്തിലാണ് അല്ലാഹുവിന്റെ റസൂല് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടത്. അത് കണ്ട് റസൂൽ പേടിച്ചു. വീണ്ടും ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ഓടി. തിരിച്ചു ചെന്ന് പുതപ്പെട്ട് മൂടാൻ പറഞ്ഞു. പുതപ്പെട്ട് മൂടി. ആ കിടക്കുന്ന സമയത്താണ് യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹ്ഹിർ വറുജ്സ ഫഹ്ജുർ എന്ന ആയത്താണ്. സൂറത്ത് മുദ്ദസ്സിറാണ് രണ്ടാമതായിട്ട് അവതരിക്കുന്ന സൂറത്ത്. നമ്മൾ ആദ്യം പറഞ്ഞു, ആദ്യത്തേത് സൂറത്തുൽ അലഖിൽ 5 ആയത്താണ്, പിന്നെയാണ് സൂറത്തുൽ മുദ്ദസ്സിർ അവതരിക്കുന്നത്. നമ്മള് പ്രത്യേകിച്ച് മംഗലാപുരം ഭാഗത്തുള്ള ആൾക്കാർ അഹ്ലുൽ ഖുർആൻ എന്നിട്ടൊരു വിഭാഗമുണ്ട് മംഗലാപുരത്ത്. അഹ്ലുൽ ഖുർആൻ, ഖുർആൻ മതി നമുക്ക്. അള്ളാഹുവിന്റെ ഖുർആൻ ഉണ്ട്, അതിൽ ഹലാലായത് നമ്മൾ ഹലാലായി സ്വീകരിക്കുന്നു, അതിൽ ഹറാമായത് ഹറാമായി സ്വീകരിക്കുന്നു, നമുക്കത് മതി. ഹദീസുകളൊക്കെ പിന്നീട് ആരൊക്കെ രേഖപ്പെടുത്തിയതാണ്, പിന്നെ ആരൊക്കെ എഴുതി വെച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഖുർആൻ മാത്രം സ്വീകരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാനുള്ള ചോദ്യം, നിങ്ങൾ ഇന്ന് ഈ കാണുന്ന ഖുർആൻ, നിങ്ങളുടെ കയ്യിലുള്ള ഈ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ മുതൽ ആരംഭിച്ച് സൂറത്തുൽ നാസിൽ അവസാനിക്കുന്ന ഈ ഖുർആൻ, അത് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? ഹദീസിന്റെ പിൻബലമില്ലാതെ ഖുർആൻ അങ്ങനെ കിട്ടൂല. കാരണം ഖുർആൻ ആദ്യമായിട്ട് ഇറങ്ങിയത് സൂറത്ത് അലഖിന്റെ ആദ്യത്തെ 5 ആയത്താണ്. പിന്നെ ഇറങ്ങിയത് സൂറത്ത് മുദ്ദസ്സിറാണ്.
അപ്പൊ ഇവിടെ ഖുർആനിലുള്ളത് സൂറത്തുൽ ഫാത്തിഹയാണ് ആദ്യത്തെ സൂറത്ത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് അതിൻ്റെതായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതാണ് ആദ്യത്തെ സൂറത്ത്. ഇത് ഓരോ ആയത്തിറങ്ങുമ്പോഴും സഹാബാക്കൾക്ക് അത് രേഖപ്പെടുത്താൻ റസൂൽ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇന്ന സൂറത്തിൽ ഇത്രാമത്തെ ആയത്താണ് ഇത്, സഹാബാക്കൾ അത് രേഖപ്പെടുത്തുമായിരുന്നു. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് കാണിച്ച ആ തർത്തീബിലാണ് ഇപ്പൊ ഖുർആൻ സഹാബാക്കൾ എഴുതി വെച്ച് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഹദീസ് ഇല്ലാതെ ഖുർആൻ മാത്രം എടുക്കുക എന്ന് പറഞ്ഞാൽ ഓന്റെ ദീൻ പൂർണ്ണമല്ല. ഖുർആൻ വേണ്ട, നമുക്ക് ഹദീസ് മാത്രം മതി എന്ന് പറഞ്ഞാലും ഓന്റെ ദീൻ പൂർണ്ണമല്ല. ഖുർആനും സുന്നത്തും രണ്ടും ഒരേപോലെ സ്വീകാര്യമാണ്. കാരണം രണ്ടും വഹിയാണ്. എങ്ങനെയാണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ വഹിയായി ലഭിച്ചത്, അതേപോലെയാണ് അല്ലാഹുവിന്റെ റസൂലിന് ഹദീസുകളും വഹിയായിട്ട് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇന്റെ ആ ഖുതുബയിൽ സഹാബാക്കളോട് പറഞ്ഞത്, ഇനി അഅ്തസംതും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൻ തദില്ലു, നിങ്ങൾ ഒരിക്കലും വഴിപിഴക്കുകയില്ല ആ രണ്ടിനെയും മുറുകെ പിടിക്കുന്ന കാലത്തോളം. അപ്പം ആ ഖുർആനെയും ഹദീസിനെയും ഒരേപോലെ ആരാണോ സ്വീകരിക്കുന്നത് ഓൻ വഴിപിഴക്കുകയില്ല. ഏതെങ്കിലും ഒന്ന് മാത്രം എടുത്താല്, ഒന്നിനെടുത്ത് മറ്റൊന്ന് ഒഴിവാക്കി ഓൻ വഴിച്ചു, രണ്ടിനും ഒഴിവാക്കി ഓനും നല്ലത്തിൽ. അത് ബുദ്ധിമുട്ടുള്ളവരെ ഈ കാര്യങ്ങളൊക്കെ വളരെ ഗൗരവത്തിൽ ശ്രദ്ധയോടുകൂടി കേൾക്കുക. അപ്പൊ രണ്ടാമത്തെ സൂറത്തിറങ്ങുന്ന യാ അയ്യുഹൽ മുദ്ദസ്സിർ, ആ ആയത്തിറങ്ങലോടുകൂടിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലായി പ്രബോധന രംഗത്തേക്ക് ഇറങ്ങുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ മലയുടെ മുകളിൽ കയറി നിന്നു. എന്നിട്ട് എല്ലാ ആൾക്കാരെയും വിളിച്ചുകൂട്ടി. അത് പറഞ്ഞു, മക്കക്കാരെ, ഈ മലക്ക് പിറകിൽ ഒരു വലിയ സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? അപ്പൊ ഉള്ളിൽ ആൾക്കാർ പറഞ്ഞു, മുഹമ്മദെ, നിന്നിൽ നിന്നും ഇതുവരെ നമ്മളൊരു കളവ് കേട്ടിട്ടില്ല, നമ്മളത് അംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു. അപ്പൊ റസൂൽ പറഞ്ഞു, എന്നാൽ ഞാനിതാ നിങ്ങൾക്ക് താക്കീതുകാരനായി, മുന്നറിയിപ്പുകാരനായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുക. ആ സമയത്താണ് അബൂ ലഹബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദ്യമായിട്ട് എതിർത്തത്. തബ്ബൻ ലക യാ മുഹമ്മദ് അമാ ജമഅതനാ ഇല്ലാ ലിഹാദാ, ഇതിനു വേണ്ടിയിട്ടാണോ നീ നമ്മളെ ഒരുമിച്ച് കൂട്ടിയത്? എതിർത്തു. ആ വിഷയം പിന്നീട് ആ അബൂ ലഹബിന്റെ വിഷയത്തിലാണ് സൂറത്ത് മസദ്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ എന്ന ആയത്ത് സൂറത്ത് അവതരിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്തു അബൂ ലഹബ്. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന്റെ ആരംഭം കുറിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധന വീതിയിലേക്ക് ഇറങ്ങി. പിന്നെ അങ്ങോട്ട് റസൂലിന്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ആയിരുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഭാഗങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മക്കയിലുള്ള ആ 13 വർഷം, ബിഅ്സത്തിന് ശേഷമുള്ള 13 വർഷം മക്കയിലുണ്ടായിരുന്നല്ലോ, ആ 13 വർഷത്തിന്റെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇൻഷാ അല്ലാഹ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് വിശദീകരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറയാനും ആ പറയുന്നതൊക്കെ കേൾക്കാനും അത് ഉൾക്കൊള്ളാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. وآخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.